ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, ഖുൽ ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅമലൂൻ. അറിവുള്ളവരും ഇല്ലാത്തവരും സമന്മാരാണോ എന്ന ഖുർആനിന്റെ ചോദ്യം വളരെ പ്രസിദ്ധമാണ്. അറിവും വിവേകവുമാണ് മനുഷ്യനെ മറ്റ് ജീവജാലങ്ങളിൽ നിന്ന് വ്യതിരക്തനാക്കുന്നത്. എന്താണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം? അധികാരം, സമ്പത്ത്, സ്ഥാനമാനങ്ങൾ ഇതെല്ലാം നേടിയെടുക്കാനുള്ള ഒരു മാർഗമെന്നാണ് നമുക്ക് തന്നെ ലഭിക്കുന്നത്. യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസം മനുഷ്യനെ തിരിച്ചറിയുള്ളവനാക്കാനാണ്. വിദ്യാഭ്യാസത്തിന് ശ്രേഷ്ഠമായ ലക്ഷ്യങ്ങളുണ്ട്. അറിവിന്റെ ഭണ്ഡാരപുരങ്ങളായി ഗർവത്തോടെ നടക്കാനല്ല യഥാർത്ഥത്തിൽ ജ്ഞാനി. ചുറ്റും നടക്കുന്നതൊന്നും തന്നെ ബാധിക്കില്ലെന്ന് പറഞ്ഞ് കണ്ണടച്ചിരിക്കുന്നതിനുമല്ല. അക്കാദമിക് യോഗ്യത കൊണ്ട് അളന്ന് തിട്ടപ്പെടുത്താനാവില്ല ജ്ഞാനി. അറിവ് നേടിയാൽ സക്രിയനായിരിക്കണമെന്നാണ് വിശുദ്ധ ഇസ്ലാം നമ്മോട് പറയുന്നത്. അറിവിൽ നിന്ന് രൂപം കൊള്ളുന്ന തിരിച്ചറിവാണ് പ്രാധാന്യം. ഉപയോഗിക്കാത്ത അറിവിനെ പിശുക്കനെ ക്ലാവ് പിടിച്ച നാണയത്തോടാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപമിക്കുന്നത്. ഇതേ ആശയങ്ങളിലേക്ക് തന്നെയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്യങ്ങൾ വിരച്ചുകൊണ്ടുവന്നത്. അറിവുള്ളവൻ ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കണം. തൻ്റെ ബെഞ്ചിരിക്കുന്ന സഹപാഠിയുടെ നെഞ്ചിൽ കടാര കുത്തിയിറക്കി സ്വന്തം സംഘടനയുടെ ചിഹ്നം അടയാളപ്പെടുത്തുന്ന കാട്ടാളത്തിന്റെ പേരാണ് പ്രബുദ്ധത. ആഭാസങ്ങളെ ആഘോഷങ്ങളാക്കി മാറ്റുന്ന വർത്തമാന ക്യാമ്പസുകൾ നമുക്ക് നൽകുന്ന നിർദ്ദേശം എന്താണ്?